അടി വാങ്ങിച്ച മാത്യു കുഴൽനാടനുണ്ട് കിടക്കുക. എന്നിട്ട് ഒരാൾ വന്നിരുന്നിട്ട് വിളമ്പ് കാണും. ഞാൻ ഈ പറയുന്ന തെമ്മാടി കൂട്ടത്തോടൊപ്പം ചർച്ചയ്ക്കില്ല. അത്തരം പരാമർശങ്ങളെ പാടില്ല. ഒന്നുകിൽ അനിൽകുമാർ പുറത്തു പോകണം, അല്ലെങ്കിൽ മാപ്പ് പറയണം. ഒന്നുകിൽ അനിൽകുമാർ മാപ്പ് പറയണം ആ പദപ്രയോഗത്തിന്, അതല്ലെങ്കിൽ അദ്ദേഹം പുറത്തു പോകണം. ശ്രീ പ്രമോദ് പുഴങ്ങൻ, ഇപ്പോൾ ആദ്യ LDF സർക്കാർ അധികാരത്തിൽ വരുന്ന സമയത്ത് മുഖ്യമന്ത്രി പറഞ്ഞൊരു കാര്യമാണ് ഈ സർക്കാർ ഭരിക്കുന്ന കാലത്ത് അവതാരങ്ങൾ ഉണ്ടാകില്ല എന്നുള്ളത്. അത് അന്നത്തെ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിലൊക്കെയാണ് അങ്ങനെ ഒരു കമന്റ് തന്നെ ഉണ്ടാകുന്നത്. ഇതിപ്പോ പക്ഷെ നമ്മൾക്ക് അയ്യപ്പനേക്കാൾ വലുത് എന്ന് നാട്ടുകാരെ കൊണ്ട് തോന്നിപ്പിക്കാനുള്ള ഒരു അവതാരത്തിന്റെ ശ്രമം നിരന്തരം കാണേണ്ടി വരികയാണ്. എവിടെയൊക്കെയാണ് അയാൾക്ക് കടന്നു ചെല്ലാൻ കഴിയുന്നത്? അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയുടെ ഒപ്പം പൊതുപരിപാടിയിൽ പങ്കെടുക്കാൻ കഴിയുന്നു. ഒരു പൊതുപരിപാടി എന്ന് പറയുമ്പോൾ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള അംഗങ്ങളുള്ള ഒരു പൊതുപരിപാടിയിൽ പങ്കെടുക്കാൻ കഴിയുന്നു. ഡൽഹിയിലെ ഏറ്റവും സുരക്ഷാ കേന്ദ്രങ്ങളിലൊന്നായ സോണിയാഗാന്ധിയുടെ ഏറ്റവും അടുത്തേക്ക് കടന്നു ചെല്ലാൻ കഴിയുന്നു. സോണിയാഗാന്ധിക്ക് സമ്മാനം നൽകാൻ കഴിയുന്നു. കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാന രാഷ്ട്രീയ നേതാക്കൾ ആ ചടങ്ങിന്റെ ഭാഗമാകുന്നു. അവർ തന്നെ പോറ്റി വിളിച്ചതുകൊണ്ടാണ് ചെല്ലുന്നത് എന്ന തരത്തിലുള്ള പ്രതികരണം നടത്തുന്നു. ഈ നിലയ്ക്ക് എങ്ങനെയാണ് ഒരു അവതാരത്തിന് ഇതൊക്കെ സാധ്യമാവുക? വാസ്തവത്തിൽ ഇത്തരത്തിലുള്ള പവർ ബ്രോക്കേഴ്സ്, ഇത്തരത്തിലുള്ള രാഷ്ട്രീയാധികാരത്തിൻ്റെ ചുറ്റും നിന്നുകൊണ്ട് അതിലുള്ള ആളുകളെ ഉപയോഗിച്ചുകൊണ്ട് തട്ടിപ്പ് നടത്തുന്ന ആളുകൾ, കൊള്ള നടത്തുന്ന ആളുകൾ, ഇവരെല്ലാം തന്നെ ചെയ്യുന്ന അതേ മോഡസ് ഓപ്പറാൻഡിയാണ് നമ്മൾ പോറ്റിയിലും കാണാൻ കഴിയുന്നത്. അയാൾ എല്ലാ രാഷ്ട്രീയക്കാർക്കും ഒപ്പമുണ്ട്, എല്ലാ രാഷ്ട്രീയാധികാര കേന്ദ്രങ്ങളുടെയും ഒപ്പമുണ്ട്. അയാൾക്ക് മുഖ്യമന്ത്രിയുടെയും സോണിയാഗാന്ധിയുടെയും ഒക്കെ ഓഫീസിലൊക്കെ കയറി ചെല്ലുന്നതിന്, അവരുടെ കാര്യാലയങ്ങളിൽ കയറി ചെല്ലുന്നതിന് വളരെ സുഗമമായ പാതമൊരുക്കുന്നതിന് അവിടെ ആളുകളുണ്ട്. ഇതൊക്കെ നമുക്ക് കാണാൻ കഴിയും. ഇത്തരത്തിലുള്ള ആളുകളുടെ രീതിയാണ്. നമ്മൾ ചന്ദ്രസ്വാമിയോട്ട് എന്ന് പറയുന്ന അദ്രാൻ ഖഷോഗിയും ചന്ദ്രസ്വാമിയും ഒക്കെ ആയിട്ട് കേട്ടുവരുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. അവിടുന്ന് ഒട്ടിങ്ങോട്ട് ഡൽഹിയിലൊക്കെ ഇത് വളരെ സുഗമമായി നടത്തി കൊടുക്കുന്ന നിരവധി ആളുകളുണ്ട്. വാസ്തവത്തിൽ ഇത്തരത്തിലുള്ള അധികാര രാഷ്ട്രീയത്തിൻ്റെ സുഗമമായ പാത സാധാരണഗതിയിൽ സംസ്ഥാന സർക്കാരും കേന്ദ്രവും തമ്മിലൊന്നും അത്തരത്തിൽ സാധ്യമാവില്ല എന്നുള്ളത് കൊണ്ട് ശമ്പളം കൊടുത്ത് സർക്കാർ ഖജനാവിൽ നിന്നും പണം കൊടുത്ത് അത് സുഗമമാക്കുന്നതിന് വേണ്ടി പ്രതിനിധികളെ നിയമിച്ചൊരു സംസ്ഥാനം കൂടിയാണ് കേരളം. അതിൻ്റെ ഒരു ഔദ്യോഗിക രൂപമാണ്, വേർഷനാണ് നമ്മൾ ആ കാണുന്നതൊക്കെ. അപ്പോൾ ഇതെല്ലായിടത്തും ഉണ്ട് ഇത്തരം ആളുകളൊക്കെ. ഇത്തരം ആളുകൾ നിങ്ങളുടെ രാഷ്ട്രീയാധികാരവുമായിട്ട് ഇടപെടുന്നതിനെ നിങ്ങൾക്ക് ഏതൊക്കെ രീതിയിൽ നിയന്ത്രിക്കാൻ കഴിയും എന്നുള്ളതാണ് നിങ്ങളുടെ രാഷ്ട്രീയമായ ഇൻറ്റഗ്രിറ്റി, പൊളിറ്റിക്കൽ ക്രെഡിബിലിറ്റി ആൻഡ് ഇൻറ്റഗ്രിറ്റിയെ സൂചിപ്പിക്കുന്നതാണ് നിങ്ങളുടെ രാഷ്ട്രീയ മൂല്യബോധം. അത് കേരളത്തിലില്ല എന്നുള്ളത് വ്യക്തമാണ്. ഞാൻ ഈ ശബരിമലയിലേക്ക് സ്പെസിഫിക്കലി വരാം. അതിനു മുമ്പ് നിങ്ങൾ നോക്കും, മുഖ്യമന്ത്രിയുമായിട്ട് അടുപ്പമുള്ള ആളുകൾ, മുഖ്യമന്ത്രിയുടെ ഓഫീസുമായിട്ട് അടുപ്പമുള്ള ആളുകൾ, ഇവരെല്ലാം വളരെ കൃത്യമായ ഇത്തരത്തിലുള്ള ഇൻറ്റഗ്രിറ്റി പുലർത്തുന്നവരാണോ? അല്ലല്ലോ. അപ്പോൾ മുഖ്യമന്ത്രിയുടെ മകൾക്ക് ഈ കരിമണൽ കർത്ത എന്നുള്ള ഒരു അപരനാമത്തിൽ അറിയപ്പെടുന്ന ഒരു കരിമണൽ വ്യവസായിയുടെ സ്ഥാപനത്തിലെ കണക്കുകളുടെ എക്സൽ ഷീറ്റും വേർഡും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്ന പണിക്ക് അവർക്ക് കരാർ കൊടുത്തതിന് കോടിക്കണക്കിന് രൂപ അവർക്ക് കൈമാറ്റം ചെയ്തു എന്നുള്ളത് അത് നിയമപരമായ മാർഗത്തിലൂടെ കൊടുത്ത ഒരു സേവനത്തിന് കൊടുത്ത പ്രതിഫലമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരുപാട് മനുഷ്യരെ ഉണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് CPM-കാർ. ശ്രമിക്കുകയാണ് അവർ. എന്താ കാരണം? ഇത്തരത്തിലുള്ള ആളുകളുമായി രാഷ്ട്രീയാധികാരത്തിൻ്റെ ബന്ധമാണ്. കേരളത്തിൽ പാരിസ്ഥിതിക ലംഘനത്തിന്, വ്യവസായ നടത്തിപ്പിലെ നിരവധി നിയമലംഘനങ്ങൾക്ക് ആരോപണം നേരിടുന്ന ഒരു വ്യവസായിയിൽ നിന്നാണ് മുഖ്യമന്ത്രിയുടെ മകൾ ആ സേവനത്തിനുള്ള പ്രതിഫലമായി എന്നുള്ള മട്ടിൽ നമുക്കൊക്കെ കാണാൻ കഴിയുന്ന പോലെ വളരെ കൃത്യമായിട്ടുള്ള ഒരു തട്ടിപ്പ് കരാറാണത്. നിയമപരമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ നിയമപരമായിട്ട് നിലനിൽക്കും. പക്ഷേ അത് വാസ്തവത്തിൽ ഒരു തരത്തിലുള്ള അണെത്തിക്കലായിട്ടുള്ള കോഴ എന്ന് തന്നെ വിളിക്കാവുന്ന ഒരു സാധനമാണ്. അങ്ങനെയുള്ള ഒന്നിലാണ് മുഖ്യമന്ത്രിയുടെ മകൾ ഇടപെട്ടത്. നമുക്ക് എന്തെങ്കിലും പരാതി, CPM-കാർക്ക് എന്തെങ്കിലും പരാതി ഉണ്ടായോ? CPM-ന്റെ നേതൃത്വം അതിൽ ഇടപെട്ടോ? ഇല്ല. അതായത് ഇത്തരത്തിലുള്ള പൗരപ്രമുഖന്മാർക്ക്, അത് പോറ്റി മുതൽ ഈ പറയുന്ന കരിമണൽ വ്യവസായ വരെയുള്ള ആളുകൾക്കെല്ലാം ഇത്തരത്തിൽ മറുപടി പറയാം. സൗകര്യപ്പെടുകയല്ല. 10 ലക്ഷം ശിക്ഷ കൊടുക്കുമെന്ന് പറഞ്ഞ എന്നിട്ട് ഒരാൾ വന്നിട്ട് ഞങ്ങൾക്കെതിരെ ഇതിന് എന്നെ കിട്ടത്തില്ല, ഇത്ര ആളുകളായിട്ട് ചർച്ചയ്ക്ക് സൗകര്യപ്പെടുകയില്ല. 10 ലക്ഷം രൂപ സുപ്രീം കോടതിയിൽ പിഴയടിക്കും. ഒരു വിഷയം ഇതല്ല. 2 ഹൈക്കോടതി അടി വാങ്ങിച്ച മാത്യു കുഴൽനാടനുണ്ട് കിടക്കുക.
എന്നിട്ട് ഒരാൾ വന്നിരുന്നിട്ട് വിളമ്പ് കാണും ഈ കേസിനകത്ത് ആ പണിക്ക് നിന്ന് തരാൻ സൗകര്യപ്പെടുകയാണ് പറയാണ് അയാളെ പുറത്താക്കിയില്ല ഞാൻ ഞാൻ പറഞ്ഞോട്ടെ ഞാൻ ഈ പറയുന്ന തെമ്മാടിക്കൂട്ടത്തോടൊപ്പം ചർച്ചയ്ക്കില്ല. അത്തരം പരാമർശങ്ങൾ പാടില്ല, അത്തരം പരാമർശങ്ങളെ പാടില്ല. നോക്കൂ, ഈ പാനലിൽ 4 പേരുണ്ട്, ഈ പാനലിൽ 4 പേരുണ്ട്. അങ്ങനെ പറഞ്ഞില്ല. അപ്പൊ അദ്ദേഹം പറഞ്ഞതിനേക്കാൾ ഗൗരവകരമായി അധിക്ഷേപകരമായ വാക്കല്ലേ അങ്ങ് ഉപയോഗിച്ചത്? കാര്യമല്ല, ഇത് കേൾക്കാൻ സൗകര്യമില്ല. അല്ല, ഇത് നോക്കൂ, ഈ പാനലിലുള്ള എല്ലാവരും ഞാൻ ഉൾപ്പെടുന്നതായിരിക്കുമല്ലോ അല്ലെ, സ്വാഭാവികമായും ഈ പാനലിൽ ഇതിന്റെ ബോർഡിലിരിക്കുന്ന ആളുകളെ മുഴുവനും ചാനൽ വേണ്ട, ഒരു ചാനലും വേണ്ട, ഇവിടെ ഒരു ചാനലിലും ഞങ്ങൾക്ക് ചാനൽ വേണ്ട എന്നൊക്കെയുള്ളത് വല്ലാത്ത തിക്കൂരമായി പോയി. അല്ല, ചാനൽ അങ്ങനെയൊന്നും പറ്റില്ല. ഒന്നാമത്തെ കാര്യം എനിക്ക് പറയാനുള്ളൊരു കാര്യം, ഒന്ന് വഴങ്ങുമോ? എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ എല്ലാവരും കൂടി സംസാരിച്ചാൽ എനിക്കൊന്നും കേൾക്കാൻ കഴിയില്ല. 10 ലക്ഷം രൂപ പിഴയടിക്കും എന്ന് പറഞ്ഞ കേസിനെ കുറിച്ചാണ് ഇവിടെ വർത്താനം പറയുന്നത്. ശരി നോക്കൂ, അല്ല, നമ്മൾ ഈ വിഷയവുമായി ബന്ധമില്ലാത്ത ഒരു വിഷയത്തിൽ കഴിഞ്ഞ 10 മിനിറ്റോളമായി സമയം നഷ്ടപ്പെടുത്തി കഴിഞ്ഞു. ആ വിഷയം അവസാനിപ്പിക്കൂ. ആ വിഷയം അവസാനിപ്പിക്കൂ. അല്ല, ചർച്ചയ്ക്ക് ഞങ്ങളില്ല. മാധു തടഞ്ഞില്ല. ആ വിഷയത്തിൽ മാധു തടഞ്ഞില്ല. ഞാനൊരു കാര്യം പറയട്ടെ. ചർച്ചക്കല്ല ഞാൻ വന്നത്. ഞാനൊന്ന് പറയട്ടെ. ചർച്ചയ്ക്ക് ഭയമില്ല. ചർച്ചയ്ക്ക് ഭയമില്ല എന്നുള്ളത് എനിക്ക് അറിയാവുന്ന കാര്യമാണ്. ആ വിഷയം ചർച്ച ചെയ്യാൻ ചർച്ചയ്ക്ക് വിളിച്ചാൽ ഞങ്ങളില്ല. ശരി, ഞാനൊന്ന് സംസാരിച്ചോട്ടെ. അല്ലല്ല, ഇന്ന് സൗകര്യപ്പെടുകയല്ല. കാരണം സുപ്രീം കോടതി ശിക്ഷിച്ച കേസാ, സുപ്രീം കോടതി വിധിച്ച കേസാ മാത്യു കുഴൽനാടനെ. 10 ലക്ഷം എന്നാ പറഞ്ഞത്. ആ ഓടിയ കുഴൽനാടൻ ചത്തു. ആ കുഴൽനാടന്റെ കേസ് ഇവിടെ വന്നിട്ട് ഞങ്ങൾക്കെതിരെ ഞാൻ എന്താ പറയേണ്ടത്? അതാ ഞാൻ പറയുന്നത്. ഈ തെമ്മാടിക്കൂട്ടം മുഖ്യമന്ത്രിയെ ആക്രമിക്കുന്ന തെമ്മാടിക്കൂട്ടത്തിനും കൂടെ ചർച്ചയ്ക്കില്ല. ശരി, എനിക്കതിനെ പ്രോത്സാഹിപ്പിക്കാനും കഴിയില്ല. ശ്രീ അനിൽകുമാർ, രാഷ്ട്രീയമായ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ. ശരി, അല്ല, അതിനൊന്നും തലകുനിക്കാൻ നമുക്കും നിർവാഹമില്ല ശ്രീ അനിൽകുമാർ. അല്ല, ഈ ബോർഡിലുള്ള മുഴുവൻ ആളുകളെ, അത്തരം പരാമർശങ്ങൾ നടത്തിയവരും അല്ലാത്തവരുമായ മുഴുവൻ ആളുകളെയും, എന്നെയും ഉൾപ്പെടെ തെമ്മാടിക്കൂട്ടം എന്ന് അങ്ങ് വിളിച്ചതിന് ശേഷം അങ്ങ് ഈ ചർച്ചയിൽ തുടരണമേ എന്ന് അഭ്യർത്ഥിക്കേണ്ടി വരുന്ന അവസ്ഥ എനിക്കുമില്ല. ഞാൻ എല്ലാ ബഹുമാനത്തോടും കൂടി അങ്ങയോടെ ഈ ചർച്ചയിൽ നിന്ന് പിരിഞ്ഞുകൊള്ളാൻ സമ്മതം നൽകുന്നു. ശ്രീ അനിൽകുമാർ, ഈ ചർച്ചയിൽ നിന്ന് പിരിഞ്ഞോളൂ. ഈ ചർച്ചയിൽ നിന്ന് അങ്ങ് പിരിഞ്ഞോളൂ. ശരി, അല്ല, അങ്ങേക്ക് ഈ ഞാൻ ഉൾപ്പെടെയുള്ള ആളുകളെ തെമ്മാടിക്കൂട്ടം എന്ന് അഭിസംബോധന ചെയ്തതിനു ശേഷം ചർച്ചയിൽ തുടരാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ, അങ്ങ് ചർച്ചയിൽ തുടർന്നാൽ ഞാൻ അങ്ങേ പോലെ വളരെ ബഹുമാനത്തോടു കൂടി വിളിച്ച 3 പേർ തെമ്മാടിക്കൂട്ടങ്ങളിൽ എന്നെ പറഞ്ഞോളൂ. എനിക്ക് അങ്ങയുടെ പ്രായവും അങ്ങ് ബഹുമാനിച്ച് ഞാൻ വേണമെങ്കിൽ കേൾക്കാം. നമ്മൾ അതിനു മുമ്പ് അതിലേറെ കേട്ടിട്ടുണ്ടല്ലോ. ഈ ഇറച്ചിക്കടയിൽ മുന്നിൽ നിൽക്കുന്ന പട്ടികൾ എന്നൊക്കെ നിങ്ങളുടെ പാർട്ടി പ്രതിനിധികൾ വിളിച്ചത് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. ഈ ചർച്ച തെമ്മാടിക്കൂട്ടവുമായി ചർച്ചയ്ക്ക് ഇരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ ഞാനാണ് ആദ്യത്തെ ആൾ ശ്രീ അനിൽകുമാർ. അപ്പൊ ഞങ്ങൾ അങ്ങനെ പലതും കേട്ടിട്ടുണ്ട്. ഇറച്ചിക്കടയ്ക്ക് മുന്നിൽ നിൽക്കുന്ന പട്ടികൾ എന്ന് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. CPM-ന്റെ നാവിൽ നിന്ന് തന്നെ കേട്ടിട്ടുണ്ട്. അതെ, ശരിയാണ്. എന്നെ ചർച്ചയ്ക്ക് വിളിച്ച് ശബരിമലയുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ്. അതെ, ആ വിഷയത്തിൽ ഞാൻ ഇരിക്കാൻ തയ്യാറാണ്. അതാണ് ചർച്ചയെങ്കിൽ ഇതിനു മുൻപ് ഈ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട വിഷയത്തിലും CPM ചർച്ചയ്ക്ക് ഇരുന്നിട്ടുണ്ടെന്നേ. ഇത്തരം ആരോപണങ്ങളൊക്കെ കേട്ടിട്ടും മറുപടി പറഞ്ഞിട്ടുമുണ്ടെന്നേ. അത് ഈ നാട്ടിൽ ഞങ്ങൾക്കെതിരെ പ്രയോഗിക്കുന്ന ഒരു പ്രയോഗമാണ്. ആ പ്രയോഗം നടത്തുന്നവരെയാണ് പറയുന്നത്, മാധുവിനെ അല്ല പറഞ്ഞത്. അല്ല, ഈ ചർച്ചയിലിരിക്കുന്ന തെമ്മാടിക്കൂട്ടം എന്നങ്ങ് പറഞ്ഞു. തെമ്മാടിക്കൂട്ടത്തിന് കൂടെ ചർച്ചയിലില്ല എന്നങ്ങ് പറഞ്ഞു. അപ്പൊ ഈ ചർച്ചയുടെ ഉത്തരവാദി എന്ന നിലയ്ക്ക് ഞാനാണ് ആദ്യത്തെ ആൾ. മറ്റു 3 പേരും അതിന്റെ ഭാഗമാവുകയും ചെയ്യും. ഒരു ചർച്ചയിലുള്ള മുഴുവൻ ആളുകളെയും വ്യക്തിധിക്ഷേപം നടത്തിയതിനു ശേഷം ഞാൻ തുടരണമെങ്കിൽ മറ്റുള്ളവർ പാടില്ല എന്നങ്ങ് പറഞ്ഞാൽ എനിക്ക് നിവൃത്തിയില്ല ശ്രീ അനിൽകുമാർ. ഒന്നുകിൽ അനിൽകുമാർ പുറത്തു പോകണം, അല്ലെങ്കിൽ മാപ്പ് പറയണം. ഒന്നുകിൽ അനിൽകുമാർ മാപ്പ് പറയണം ആ പദപ്രയോഗത്തിന്, അതല്ലെങ്കിൽ അദ്ദേഹം പുറത്തു പോകണം. മാതൃഭൂമി അദ്ദേഹത്തെ പുറത്താക്കണം. ഞങ്ങളെ മുഴുവൻ പേരെ അപമാനിച്ചിരിക്കുകയല്ലേ? ഞങ്ങളെ എല്ലാവരെയും അവഹേളിച്ചിരിക്കുകയാണ്. ഒന്നുകിൽ അദ്ദേഹം മാപ്പ് പറയണം, അതല്ലെങ്കിൽ പുറത്തു പോകണം. മാതൃഭൂമി അദ്ദേഹത്തെ പുറത്താക്കണം. ഞാൻ പറഞ്ഞില്ല, ബിജെപിയുടെ പ്രതിനിധിയെ പറഞ്ഞില്ല. തെമ്മാടിക്കൂട്ടം എന്ന വാക്കാണ് ശ്രീ അനിൽകുമാർ ഉപയോഗിച്ചത്. അങ്ങ് തെമ്മാടിക്കൂട്ടം എന്ന വാക്കാണ് ഉപയോഗിച്ചത്. തെമ്മാടിക്കൂട്ടത്തിനൊപ്പം ചർച്ചയിൽ ഇരിക്കാൻ കഴിയില്ല എന്നങ്ങ് പറഞ്ഞു. സ്വാഭാവികമായും മറ്റുള്ളവർക്ക് അത് പറയാമല്ലോ. തെമ്മാടിക്കൂട്ടം എന്ന് വിളിക്കുമ്പോൾ ഞങ്ങളെയൊക്കെ പറഞ്ഞതുപോലെയാണ്.
മാപ്പ് പറയണം. ആ പദപ്രയോഗം തെറ്റായിപ്പോയി, പിൻവലിച്ച് മാപ്പ് പറയണം. അതല്ലെങ്കിൽ മാതൃഭൂമി അദ്ദേഹത്തെ പുറത്താക്കണം. ഇടപെട്ടില്ല. ഇത്തരത്തിലുള്ള വാക്കുകൾ പറയുന്നത് ശരിയാണോ? നിങ്ങൾ പറഞ്ഞപ്പോൾ ഇടപെട്ടില്ല. ഇതൊരു ശരിയാണോ? വളരെ മോശമായിപ്പോയി അനിൽ, വളരെ മോശമായിപ്പോയി. എന്നൊക്കെ പറഞ്ഞില്ലേ ശ്രീ അനിൽകുമാർ? കുഴൽനാടൻ ചത്തു എന്നൊക്കെ പറഞ്ഞില്ലേ? അങ്ങനെ പറയാമോ? അങ്ങനെ പറയാമോ? 4 പേര് കൂടി ഒച്ചയിട്ടാൽ എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. 4 പേര് കൂടി ശബ്ദമിട്ടാൽ എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. നിങ്ങൾ എല്ലാവരും മുതിർന്ന ആളുകളും ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പ്രതിനിധികളും. ഞാനൊന്ന് പറഞ്ഞോട്ടെ ശ്യാമരാജൻ. നിങ്ങൾ ആരെങ്കിലും നിർത്തിയാലല്ലേ എനിക്കൊന്ന് പറയാൻ കഴിയുള്ളൂ. നിങ്ങൾ നിർത്തിയാലല്ലേ എനിക്ക് പറയാൻ കഴിയൂ. നിങ്ങൾ അവസാനിപ്പിച്ചാലല്ലേ എനിക്ക് പറയാൻ കഴിയൂ. എനിക്കൊരു മിനിറ്റ് തരൂ. ഇനി ദയവ് ചെയ്ത് ഇനി ഞാനൊന്ന് സംസാരിക്കട്ടെ ശ്യാമരാജ്, എന്നാലല്ലേ എനിക്ക് പറയാൻ കഴിയൂ. ഇതിൽ തർക്കമൊന്നുമില്ലെന്നേ. ഇത് ആക്രമിക്കുക, അപമാനിക്കുന്നതിനൊന്നും നിന്ന് തരാൻ സൗകര്യപ്പെടുകയില്ല. ഞങ്ങളുടെ നയം വ്യക്തമാക്കിയിരിക്കുകയാണ്. അതായത് സുപ്രീം കോടതി വരെ തീർപ്പാക്കിയ ഒരു കേസിനകത്ത് വീണ്ടും ഞാൻ സംസാരിച്ചോട്ടെ. നിങ്ങൾ 4 പാനലിസ്റ്റുകളും എന്നോടാണല്ലോ ചോദിക്കുന്നത്. ഞാനൊന്ന് സംസാരിച്ചോളട്ടെ. ഇപ്പോൾ ഈ ചർച്ചയിൽ സ്വാഭാവികമായും എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട ഒരു പരാമർശമുണ്ടായി. അത് ഉണ്ടാവാനുള്ള കാരണം എന്ന് പറയുന്നത് ആദ്യത്തെ സർക്കാരിന്റെ കാലത്ത് മുഖ്യമന്ത്രി അവതാരങ്ങൾ ഉണ്ടാകില്ല എന്ന് പറഞ്ഞതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് ഞാൻ ശ്രീ പ്രമോദ് പുഴങ്കരയോട് ചോദിച്ചത്. സ്വാഭാവികമായും അദ്ദേഹത്തിന് പല കേസുകൾ എടുത്തു പറഞ്ഞുകൊണ്ടേ അതിൽ പരാമർശം ഉണ്ടാകാൻ പാടുള്ളൂ. എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട് മിണ്ടാൻ പാടില്ല എന്ന് പറയാൻ കഴിയില്ല. കാരണം ആ വിഷയത്തിൽ ഇതിനു മുമ്പ് ചർച്ചയ്ക്കിരുന്നിട്ടുണ്ട്. ആ വിഷയത്തിൽ CPM അടക്കവും ചർച്ചയ്ക്കിരുന്നിട്ടുണ്ട്. അങ്ങേക്ക് മറുപടി പറയാനുള്ള സമയവും ഞാൻ തരും. അങ്ങയുടെ ഉത്തരവിന്റെ ഭാഗമായി അങ്ങ് ഉപയോഗിച്ച 2 വാക്കുകളാണ് പ്രകോപനപരമായത്. ഒന്ന്, അത് തെമ്മാടിക്കൂട്ടം എന്ന വാക്കാണ്. ഈ ചർച്ചയിൽ തെമ്മാടിക്കൂട്ടവുമായി തുടരാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ ഞാനും മറ്റ് പാനലിസ്റ്റുകളും ഉൾപ്പെടെ എല്ലാവരും അതിന്റെ ഭാഗമായി വരികയാണ്. അതിൽ സ്വാഭാവികമായും അവർക്ക് വിമർശനം ഉണ്ടാവും. രണ്ടാമത്തേത്, കുഴൽനാടൻ ചത്തു എന്നാണ്. ഈ നാട്ടിലെ ഒരു ജനപ്രതിനിധി, ഒരു സാധാരണ മനുഷ്യൻ ചത്തു എന്നൊക്കെ മനുഷ്യനെ കുറിച്ച് പോലും പറയാൻ പാടില്ല. അപ്പോൾ അങ്ങനെ ഒരു പരാമർശം നടത്തി സ്വാഭാവികമായും കോൺഗ്രസിന് പ്രതിനിധിക്ക് അതിൽ വിമർശനം ഉണ്ടാകും. ഇനി പ്രമോദ് പുഴങ്കരയുമായി അങ്ങ് ഈ ചർച്ചയ്ക്ക് മുന്നോട്ട് പോകില്ല എന്ന് മാത്രമാണ് അങ്ങ് ഉദ്ദേശിച്ചത് എന്ന് പറയുന്നു. അങ്ങ് ഒരു ചർച്ചയിൽ ഒരാളുണ്ടെങ്കിൽ ഞാൻ മുന്നോട്ട് പോകില്ല എന്ന് പറയുന്ന വഴിക്ക് ശ്രീ പ്രമോദ് പുഴങ്കര, അഡ്വക്കേറ്റ് കെ അനിൽകുമാറിന് ബുദ്ധിമുട്ടുണ്ട്, അങ്ങ് ഇറങ്ങിപ്പോണമെന്ന് എനിക്ക് പറയാൻ പറ്റുമോ? ഇല്ല, ഞാൻ അങ്ങേ എങ്ങനെ ക്ഷണിച്ചോ അങ്ങനെ തന്നെയാണ് ശ്രീ പ്രമോദ് പുഴങ്കരയും ക്ഷണിച്ചത്. അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ പറഞ്ഞു തീർക്കുകയാണ് ചർച്ചയിൽ ചെയ്യാൻ കഴിയുന്നത്. ഞാൻ ഒരു കാര്യം ചെയ്യാം, ഞാൻ ബഹുമാനത്തോടു കൂടി വിളിച്ചു വരുത്തിയ പാനലിസ്റ്റുകളാണ്. ഒരു മനുഷ്യനെയും ഞാൻ ഈ ചർച്ചയിൽ നിന്ന് ഇറക്കിവിടാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഞാനൊരു ഇടവേള എടുക്കുകയാണ്. ജനാധിപത്യപരമായ ചർച്ചയ്ക്ക് താല്പര്യമുള്ളവർക്ക് തുടരാം. ഇടവേള. തിരികെ സ്വാഗതം. ചർച്ചയിൽ അഡ്വക്കേറ്റ് കെ അനിൽകുമാർ ചർച്ച ബഹിഷ്കരിച്ചിരിക്കുന്നു. ശ്രീ പ്രമോദ് പുഴങ്കര, അങ്ങേക്ക് പൂർത്തീകരിക്കാം. CPMന്റെ പാനലിസ്റ്റ് മറുപടി പറയാനില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അവർ മറുപടി പറയേണ്ടി വരുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കി അങ്ങ് പൂർത്തീകരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അല്ല, CPMന്റെ പ്രതിനിധി ചർച്ചയുടെ പാനലില്ലെങ്കിലും CPM എന്ന് പറയുന്ന ഈ സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിയുടെ ആൾക്കാർ പുറത്ത് മറുപടി പറയാൻ വേണ്ടിയിട്ട് നമുക്കിത്തരം ഡിബേറ്റിംഗ് പ്ലാറ്റ്ഫോമിൽ ചോദ്യമൊക്കെ ചോദിക്കാം. പിന്നെ ഇതൊക്കെ തീർത്തും ജനാധിപത്യ വിരുദ്ധമായ, സംവാദ വിരുദ്ധമായ ശൈലികളാണ്. ഇത് ഇന്നും ഇന്നലെയുമായിട്ട് തുടർന്നുകൊണ്ടിരിക്കുന്നതല്ല. ഇത് ഒരു ഇത്തരത്തിലുള്ള പരിപാടികളാണ്. ഞാൻ അതിലേക്ക് കൂടുതൽ കടക്കുന്നില്ല. ഇതിനെ ഒന്ന് അംഗീകരിച്ച് ഇതിന് മുമ്പിലൊക്കെ കുനിഞ്ഞു നിന്ന് പോകേണ്ട ഒരു സംഭവമല്ല. ഇത് തിരുത്തുന്നതിന് വേണ്ടിയിട്ട്, ഇതിനെ തോൽപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്, ജനാധിപത്യ സമൂഹത്തെ വീണ്ടെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ സമരങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന മനുഷ്യരുടെ കൂട്ടത്തിലുള്ള ആളുകളാണ് നമ്മളൊക്കെ. അതുകൊണ്ട് ഇത്തരത്തിലുള്ള വിരട്ടലുകളൊന്നും വേണ്ട എന്ന് ഇറങ്ങിപ്പോയ അനിൽകുമാറിനോട് മാത്രമല്ല CPM നേതൃത്വത്തോടും അത്തരത്തിലുള്ള ധാരണയുള്ള എല്ലാവരോടും ഇവിടെ തന്നെ പറഞ്ഞിട്ട് തന്നെയാണ് നമ്മൾ പോകുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, ഈ അവതാരങ്ങൾ വേണ്ട എന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയുടെ വാക്കൊന്നും മുഖവിലേക്ക് എടുക്കുന്നതിന് കേരളീയ സമൂഹത്തിന് തയ്യാറാകാൻ കഴിയില്ല. ഞാൻ നേരത്തെ പറഞ്ഞ ഈ കരിമണൽ വ്യവസായിയുടെ ഉദാഹരണം തൊട്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പൗരപ്രമുഖന്മാർക്ക് പ്രത്യേക സീറ്റുള്ള കാര്യാലയമാണ് മുഖ്യമന്ത്രിയുടെ എന്ന് മലയാളികൾക്ക് എല്ലാം അറിയാം. അങ്ങനെയാണല്ലോ ഇവിടുത്തെ ഭരണം നടക്കുന്നത്. അങ്ങനെയാണ് ഇവിടെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിൽ ഇപ്പോൾ നോക്കൂ, ഈ പോറ്റിയെ ഇവിടെ കൊണ്ടുവന്ന് ഇപ്പോൾ അനിൽകുമാർ ഇവിടെ പോകുന്നതിന് മുമ്പ് പറഞ്ഞല്ലോ, ഈ ഒരു സ്വർണ്ണക്കടക്കാരൻ, ഒരു സ്വർണ്ണ മുതലാളി, അദ്ദേഹം ഇടപെട്ടതോടുകൂടി കോൺസുലേറ്റുമായി ബന്ധപ്പെട്ട സ്വർണ്ണ കടത്തിൻ്റെ പ്രശ്നങ്ങളിലൊക്കെ അന്വേഷണം വഴിമുട്ടിയെന്നൊക്കെ. ഇതേ സ്വർണ്ണ മുതലാളിയുടെ സംസ്ഥാനത്തിൻ്റെ ആഭ്യന്തരമന്ത്രി കൂടിയായ മുഖ്യമന്ത്രിക്കും അദ്ദേഹത്തിൻ്റെ ആഭ്യന്തര വകുപ്പിനും അറിയാവുന്ന ഇത്തരം കാര്യങ്ങളെല്ലാം വെച്ചുകൊണ്ട് ഇവിടെ അയാളുടെ കയ്യിൽ നിന്നും വളരെ തുച്ഛമായ ഒരു സംസ്ഥാന സർക്കാരിൻ്റെ മുഖ്യമന്ത്രി
നടത്തേണ്ട ഒരു ഫ്ലാഗ് ഓഫ് ഒക്കെ ആണോ ഈ വളരെ തുച്ഛമായ വിലയ്ക്കുള്ള ഒരു സാധാരണ വ്യക്തിക്ക് ഒരു സാമാന്യമായ സാമ്പത്തിക വരുമാനത്തിന് മുകളിൽ നിൽക്കുന്ന ഈ കേരളത്തിലേക്ക് ഒരാൾക്ക് വാങ്ങാവുന്ന ഒരു വണ്ടിയാണ് ഈ സ്വർണ്ണ മുതലാളി ഇവിടെ വാങ്ങിക്കൊടുത്ത് പോലീസിന്, കേരളത്തിലെ പോലീസ് വകുപ്പിനെ ആംബുലൻസ് ആയിട്ട് ഉപയോഗിക്കാൻ കൊടുത്തു എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരു വണ്ടി ഫ്ലാഗ് ഓഫ് ചെയ്യുന്നതിന് അദ്ദേഹം വരുന്നു, അയാളുടെ കൂടെ ഈ പോറ്റി എന്ന് പറയുന്ന ആൾ വരുന്നു. ഇവരൊക്കെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ സാധാരണ എല്ലാവർക്കും കയറി ചെല്ലാവുന്ന സ്ഥലമാണോ? അവിടെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി, നിങ്ങൾക്ക് ആ ദൃശ്യങ്ങളിൽ കാണാമല്ലോ, മുഖ്യമന്ത്രിയുടെ ഒപ്പം ചിത്രമെടുക്കുന്നതിന് വേണ്ടി പോറ്റിയെയും അയാളുടെ ഒപ്പമുള്ളവരെയും വീണ്ടും നിർത്തി കൊടുക്കുന്നത് പിന്നിൽ നിൽക്കുന്ന ശശിയാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോയിൽ കാണാം. ഞാൻ പറയുന്നത് മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് ഇത്തരത്തിലുള്ള ഒരു ആക്സസ് കൊടുക്കുന്നു. മുഖ്യമന്ത്രി, ഞാനിപ്പോൾ പിണറായി വിജയൻ നേരിട്ട് പോറ്റിയെ കണ്ട് താൻ പോയി ഇതുവരെ നടത്തിയ കൊള്ളയുടെ ഒരു പങ്ക് എനിക്കിതാ എന്ന് പറഞ്ഞു എന്നുള്ള ഇത്തരം ആരോപണങ്ങളൊന്നുമല്ല നമ്മൾ ഉന്നയിക്കുന്നത്. പക്ഷേ മുഖ്യമന്ത്രിയുടെ ആഫീസ് മുതൽ CPIMന്റെ നേതൃത്വത്തിലുള്ള ആളുകളിൽ പലരുമായിട്ടും അതുപോലെ തന്നെ നമുക്ക് വ്യക്തമായി അറിയുന്ന പോലെ CPIMന്റെ മുൻ MLAയും സംസ്ഥാന മെമ്പറും ഒക്കെ ആയിട്ടുള്ള പത്മകുമാറും വാസുവും ഇവരുടെ ആൾക്കാരുമല്ലേ ഈ ജയിലിൽ കിടക്കുന്നത്. എന്നിട്ട് നമ്മളീ പറയുന്നത് ഇവര് ജനങ്ങളുടെ നേരെ എന്താ ഇത് പറയുന്നവർക്ക് നേരെ മെക്കിട്ട് കയറുക എന്നുള്ളൊരു പരിപാടിയാണ് എടുക്കുന്നത്.